ചേർത്ത് അവിടുന്ന് കലിമ പഠിച്ച് പിന്നെ കലിമ പഠിച്ച് പിന്നെ മുകളിൽ കലിമ പിന്നെയും പഠിച്ച്. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്തായാലും നമ്മളൊരു മുസ്ലിം ആകും എന്ന അർത്ഥത്തിലാണ് നമ്മൾ കണക്കിട്ടുന്നത്. അല്ല, വിശ്വാസപരമായി ആകേണ്ടതുണ്ട്. അല്ലെ, ഫഹൽ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായി മാറുന്നില്ലേ? അപ്പൊ ആ അനുഗ്രഹം എന്ന് പറയുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വെളിച്ചമാകുന്ന പരിശുദ്ധ ഖുർആൻ വഹയി നൽകുകയും ആ വഹയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അത് കുറച്ച് ആളുകൾക്ക് മാത്രമാണ്. അല്ലെ, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു തറവാട് സ്വത്തായിട്ട് സ്വന്തം കീഴിൽ വെക്കാനുള്ളതാണ് അല്ല. ആ സത്യസന്ദേശത്തിന്റെ വിശാലത എത്ര ഖുർആൻ പറയാം. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീആ, പ്രവാചകനെ പറഞ്ഞേക്കുക, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു പ്രവാചകനാകുന്നു ഞാൻ, ജമീആ, എല്ലാവരിലേക്കുമായിക്കൊണ്ട്, കേവലം എണ്ണപ്പെടുന്ന കുറച്ചാളുകൾക്ക് മാത്രമായിക്കൊണ്ടല്ല, ലോകത്ത് മനുഷ്യരായി ജീവിക്കുന്ന സർവർക്കും സത്യമാർഗത്തിന്റെ സന്ദേശമായി ലഭിക്കുന്ന ആ സന്ദേശമായി കൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. മാത്രമല്ല സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമാണ്. ദുഃഖത്തിന്റെ സന്ദേശങ്ങളല്ല, വിശ്വാസം സ്വീകരിച്ചാൽ ഹൃദയത്തിലേക്ക് ഇരുട്ടല്ല പകരുന്നത്, പകരം സാക്ഷിയായിക്കൊണ്ട് സന്തോഷത്തിന്റെ വാർത്തയുമായിട്ടാണ് ഖുർആനിലെ ഉത്ബോധനവുമായി കൊണ്ടാണ് റസൂലുള്ള കടന്നു വരുന്നത്. അയ്യാ അയ്യുഹൻ നബിയു, ഏ പ്രവാചകരെ, ഇന്നാ അർസൽനാക, തീർച്ചയായും നിന്നെ ഞാൻ അയച്ചിരിക്കുകയാണ്, ഷാഹിദൻ, സാക്ഷിയായി കൊണ്ടും, വമുബശ്ശിറൻ, അതുപോലെ സന്തോഷ വാർത്ത അറിയിക്കുന്നവനും, അതുപോലെ തന്നെ വനദീറ, മുന്നറിയിപ്പ് നൽകുന്നവനുമായി കൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മുമ്പിൽ ഇങ്ങനെ കണ്ട് കാര്യങ്ങൾക്ക് സത്യമായ സന്ദേശം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് കേൾക്കുന്നവരും കേൾക്കാത്തവരും എറിയുന്നവരും കൊടൽമാള വലിച്ചിടുന്നവരും തടസ്സപ്പെടുത്തുന്നവരും അനുകൂലമായി വിശ്വാസം സ്വീകരിക്കുന്നവരും മനുഷ്യന്റെ ചെയ്തികൾ മുഴുവൻ കാണുകയും അതുപോലെ തന്നെ ഇതൊക്കെ സ്വീകരിച്ചില്ല എന്നതിന് മൊത്തത്തിൽ എന്താണ്, ഒരു സാക്ഷിയാണ് നടത്തുന്നത്. മുന്നിൽ കാണുന്ന അല്ലെ കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ഒരു സാക്ഷിയാണ്. അതുപോലെ തന്നെ സന്തോഷ വാർത്ത അറിയിക്കുന്ന ുന്നു. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ അമല് ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം. അമല് ചെയ്തില്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, വനദീറ, മുന്നറിയിപ്പ് നൽകുന്നവനുമാകുന്നു പ്രവാചകൻ. എന്താണ് മുന്നറിയിപ്പ്? സ്വന്തമായ പ്രവർത്തനം ഉണ്ടെങ്കിൽ രക്ഷപ്പെടൂല. അതില്ല എങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടോ, ഇന്നയാളുടെ മകനാണെന്ന് പറഞ്ഞിട്ടോ, ഞാൻ ഇന്ന മഹല്ലിൽ ഇന്ന കാലിന്റെ സമീപത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാന്ന് പറഞ്ഞിട്ടോ ഒന്നും നമ്മൾ രക്ഷപ്പെടൂല. അങ്ങനെ രക്ഷപ്പെടുകയായിരുന്നെങ്കിൽ റസൂലിന്റെ കാലത്ത് ഓരോരോട് മുത്തുനബി ഇങ്ങനെ ചെന്നിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. റസൂൽ ഒന്നും പറയാതെ അങ്ങനെ നിൽക്കുക എന്ന് വിചാരിച്ചോളൂ. എന്താ നബി നിങ്ങൾ ഒന്നും പറഞ്ഞു തരാത്ത? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ചുറ്റുപാടിലുള്ളവരൊക്കെ ഒന്നായിട്ട് സ്വർഗത്ത് കള്ള കൊണ്ടുപോകും, ഞാൻ ഉണ്ടല്ലോ നിങ്ങളെ നടുവില്, അതുകൊണ്ട് എല്ലാവർക്കും രക്ഷപ്പെടാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ഒന്നും പഠിക്കണ്ട, നിങ്ങൾ ഇനി ഒന്നും മനസ്സിലാക്കണ്ട, ഒക്കെ എന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞു തന്നോ. വനദീറ, മുന്നറിയിപ്പ് നൽകുന്നവനുമായിരുന്നു. നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്നതാണ്. നന്മകളെ അവഗണിച്ചു കളഞ്ഞാൽ, സത്യത്തിന് പുറംതിരിഞ്ഞു നിന്നാൽ, സത്യത്തിന്റെ പിറകെ ഓടിയാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ നരകാഗ്നിയിൽ കത്തിയെരിയേണ്ടി വരും എന്ന കാര്യങ്ങളെക്കുറിച്ചും അബദ്ധങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകിയ പ്രവാചകനുമായിരുന്നു മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, അതിലുപരി പ്രബോധന രംഗത്തെ ഒരു പ്രകാശം കൂടിയാണ് ഖുർആൻ പരിചയപ്പെടുത്തും. മുത്തുനബി ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇല്ലാത്ത കുറെ കെട്ടുകഥകളും കുറെ നുണക്കഥകളും ലോകം തന്നെ സൃഷ്ടിക്കലിന്റെ മുമ്പ് തന്നെ അതിന്റെ വെളിച്ചുണ്ട്. ആ വെളിച്ചത്തും വന്നാണ് ബാക്കിയുള്ള വെളിച്ചം എന്നൊക്കെ നമ്മൾ ഉള്ളതിൽ കൂട്ടിക്കൊണ്ട് വെറുതെ അമിതമായി ഇല്ലാത്തത് പറഞ്ഞു വരത്തല്ല, ഉള്ളത് തന്നെ മനസ്സിലാക്കാൻ ഖുർആൻ വ്യക്തമായി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത്. നോക്കൂ, നമ്മളെ പഠിപ്പിക്കണം പ്രബോധകൻ ഒരു പ്രകാശമായി കൊണ്ടാണ്.
അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അള്ളാഹുവിന്റെ നിർദ്ദേശത്തോടൊപ്പം പടച്ച തമ്പുരാന്റെ സന്ദേശത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരു പ്രബോധകനുമാകുന്ന ഒരു ദാഇ കൂടിയാകുന്നു. വസിറാജം മുനീറാ, പ്രശോഭിക്കുന്ന പ്രഭ പരത്തുന്ന ഒരു വിളക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രഭ പരത്തുന്ന ഒരു വെളിച്ചം കൂടിയായിരുന്നു അല്ലേ? അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശത്തിന്റെ വെളിച്ചമായിക്കൊണ്ട് ആ വെളിച്ചത്താൽ തിളങ്ങുന്ന, ആ വെളിച്ചം മറ്റുള്ള മുമ്പിൽ തിളക്കി കൊടുക്കുന്ന, തിളങ്ങി കാണിച്ചു കൊടുക്കുന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെളിച്ചത്തിന്റെ ഒരു പ്രതീകമായി നിന്ന ഒരു പ്രബോധകനായിരുന്നു. പ്രബോധന പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് എളുപ്പത്തിൽ ഇസ്ലാം സത്യത്തിന്റെ മാർഗം എന്ന് പറയുന്നത് NH റബ്ബറൈസ്ഡ് റോഡായിട്ടല്ല പഠിപ്പിച്ചിരുന്നത്. കുണ്ടും കുഴികളും കുന്നുകളും കല്ലുകളും മുള്ളുകളും അതിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ്, അതിന്റെ ത്യാഗം സഹിക്കുമ്പോഴാണ് പ്രബോധന പ്രവർത്തനത്തിന്റെ വാതിലുകൾ അല്ലാഹു റസൂലിന് തുറന്നു കൊടുത്ത് നബി നേരെ വന്ന് മക്കത്തിറങ്ങി അസ്സലാമു അലൈക്കും ഞാൻ പറയാറ് നിങ്ങളൊക്കെ കേട്ടല്ലോ വലൈക്കും അസ്സലാം എന്നാ ശരി എന്ന് പറഞ്ഞ ഒരു മാർഗമല്ല. അല്ലെങ്കിലോ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം, ഞാൻ കുറച്ച് അരി തരാം, കുറച്ച് പഞ്ചസാര നിങ്ങൾക്ക് തരാം, കുറച്ച് ഈത്തപ്പഴം തരാം എന്ന് പറഞ്ഞിട്ടല്ല. ഇതാ സമൂഹമേ കടന്നു വരിക, ഞാനൊരു കാര്യം പറയുകയാണ്. എന്റെ കുടുംബാംഗങ്ങളെ നിങ്ങൾ ഒത്തൊരുമിച്ച് വരിക, ഞാനൊരു കാര്യം പറയുകയാണ്. മുഹമ്മദായ ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ മറ്റൊരു സൈന്യം നിങ്ങളെ മറുവശത്തുകൂടെ കടന്നു വരുന്നു എന്ന് മുഹമ്മദായ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? റസൂലുള്ളയോട് പറഞ്ഞു, മുഹമ്മദേ നീ അത് പറഞ്ഞാൽ എന്തിന് ഞങ്ങൾ കേൾക്കാതിരിക്കണം? നീ വിശ്വസ്തനാണ്, നീ അൽ അമീനാണ്. നിങ്ങളെന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ എന്തെങ്കിലും വന്നാൽ സുൽഹുണ്ടാക്കുന്നവനുമായ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. റസൂലുള്ള പറഞ്ഞു, ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. വിശ്വസ്തനെന്ന് പേര് വിളിച്ചവർ, പൂമാല ചാർത്തിയവർ, കുടുംബത്തിലെ അംഗമെന്ന് തറവാടിന്റെ മഹിമ പറഞ്ഞവർ റസൂലുള്ളയോട് പറഞ്ഞു, മുഹമ്മദേ അക്കാര്യം നീ ഞങ്ങളോട് പറയേണ്ടതില്ല. എവിടെ നിന്നാണോ ലഭിച്ചത് അത് തിരിച്ചേൽപ്പിക്കണം എന്ന രൂപത്തിൽ അവർ പ്രതികരിക്കുകയാണ്. റസൂലുള്ള സർവ്വത്യാഗം സഹിക്കുകയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ബെഞ്ച് പോലും പിടിക്കാൻ ഒരൊറ്റ സഹപ്രവർത്തകൻ പോലുമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് സത്യസന്ദേശമാണെന്ന് മനസ്സിലാക്കി വിരലിലെണ്ണാവുന്ന ഓരോരുത്തർ മാത്രം മാസങ്ങളോളമായി അല്പാൽപമായി ഓരോരുത്തർ കടന്നു വരികയാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി വെച്ചാൽ ആ കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ സത്യമാണെന്ന് മനസ്സിലാക്കി ആയിരക്കണക്കിന് ആളുകൾ മാറ്റമുണ്ടാകുമ്പോഴും മനസ്സിന് നമുക്ക് വ്യഥയാണ്, യാതൊരു ഗുണവുമില്ല. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ആധുനികതയുടെ ലോകത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന മറ്റു പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. റസൂലുള്ള ഒരു പ്രബോധകനായിരുന്നു, പ്രഭ പരത്തുന്ന ഒരു പ്രബോധകനായിട്ടാണ്. അതോടൊപ്പം പ്രവാചക മറ്റുള്ളവർക്ക് ഒരു വിഷമം ഉണ്ടാകുന്നത് റസൂലിന് വിഷമായിരുന്നു. കാരുണ്യത്തിന്റെ പ്രവാചകൻ കൂടിയാണ്. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. കരുണ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മനുഷ്യനോടുള്ള ഏറ്റവും വലിയ കരുണ, ഇഹലോകത്ത് ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്നത് ആ കഷ്ടപ്പാടോടുകൂടി ഒരാൾ മരിച്ചു എന്ന് കരുതി അയാൾക്ക് പരലോകത്ത് ഒരു നഷ്ടം വരുന്നില്ല. പക്ഷേ ജീവിതം വലിയ സുഖായ ഒരു മനുഷ്യന് പോലും പരലോകം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമുണ്ട്. എന്താണ്? നരകാഗ്നിയിൽ കത്തിയെരിയുന്ന ഒരവസ്ഥ. അതെന്താ? അവന്റെ മനസ്സിൽ വിശ്വാസമില്ലാതെയാവും. അപ്പൊ ഒരു മനുഷ്യനോടുള്ള സ്നേഹം അരിയുണ്ടോ? ഉണ്ട്. പഞ്ചസാര ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇഖ്ലാസ് ഇല്ല. ആ ഇഖ്ലാസ് ഇല്ല എന്നതുകൊണ്ട് അയാൾക്ക് ഈ സുഖം മുഴുവൻ പരലോകത്ത് നരകാഗ്നിയിൽ കത്തിയെരിയേണ്ട ഒരു മനുഷ്യനോട് ഏറ്റവും വലിയ കരുണ, പരലോകത്ത് ആജീവനാന്ത രക്ഷ കിട്ടുന്ന ഏറ്റവും വലിയ മഹിതമായ ആശയമാകുന്ന വിളക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കൊളുത്തി കൊടുക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തവരാണ്. ഏറ്റവും വലിയ കരുണയാണ്. നോക്കൂ, നിങ്ങൾ ഖുർആൻ പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ വിഷമമായിരുന്നു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും. ഇതാ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രവാചകനെ ഞാൻ അയച്ചു തന്നിരിക്കുകയാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇതാ ഒരു പ്രവാചകൻ വന്നിരിക്കുകയാണ്. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുന്നത് അദ്ദേഹത്തിന്റെ മേൽ വലിയൊരു പ്രയാസമായി നിൽക്കുന്നു, മനസ്സിന് താങ്ങാൻ കഴിയാത്തതാണ്.